സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 10, ഒന്നാമത്തെ വായനാഭാഗം. എസ്രാ രോഹിതൻ്റെ പുസ്തകം 5, 6 അധ്യായങ്ങൾ. ഇവിടെ നമ്മളിതിൻ്റെ വായന തുടങ്ങുന്നത്, ഇപ്പോൾ പണി മുടങ്ങി കിടക്കുകയാണല്ലോ. എന്നാൽ ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സഖരിയാവും. അപ്പോൾ ഈ ഹഗായി പ്രവാചകൻ എന്ന് പറയുന്നതും സഖരിയാവും നമ്മളിവിടെ വായിക്കുന്ന രണ്ടുപേരുടെയും നമ്മൾ ഈ വേദപുസ്തകത്തിൽ കാണുന്ന പുസ്തക രചയിതാക്കളായ ഹഗായി പ്രവാചകൻ്റെ പുസ്തകം, സഖരിയാവിൻ്റെ പുസ്തകം എന്ന് പറയുന്ന രണ്ട് പ്രവാചകന്മാർ തന്നെയാണ്. അതിൽ ഇവിടെ സഖരിയാവിന് ഇദ്ദോവിൻ്റെ മകനായ സഖരിയാവെന്നാണ്. ശരിക്കും ഇദ്ദോവിൻ്റെ മകനായ ബെരഖ്യാവിൻ്റെ മകനായ സഖരിയാവാണ്. അത് സഖരിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അവർ ഈ യെരുശലേമിലെ യഹൂദന്മാരോട് തങ്ങളുടെ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ഷെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും യേശുവയും ഒക്കെ എഴുന്നേറ്റ് യെരുശലേമിൻ്റെ ദേവാലയം പണിയാൻ തുടങ്ങി. അപ്പോൾ ഇത് പണിയുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ ദേശാധിപതിയായ തത്നായിയും ഷേദർ ബോസ്നായിയും അവരുടെ കൂട്ടക്കാരും അവരുടെ അടുക്കൽ വന്നിട്ട്, ഈ ആലയം പണിവാനും ഇത് മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നു ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഇത് ചെയ്യുന്ന ആളുടെ നേതാവിൻ്റെ പേരെന്തെന്നൊക്കെ ചോദിച്ചു. അപ്പം പക്ഷേ ഇവർ പണി നിർത്തിയില്ല. ദാര്യാവേശ രാജാവിൻ്റെ സന്നിധിയിൽ ഇത് ബോധിപ്പിച്ച് മറുപടി വരുന്നവരെ അവരുടെ പണി മുടക്കിയില്ല. പണി മുടക്കിയില്ല. അത് ഈ തദ്നായിയും ഷേദർ ബോസ്നായി പണി നടന്നുകൊണ്ടേയിരുന്നു. ഇവർ ഒരു കത്തെഴുതി ദാര്യാവേശ രാജാവിന്, ഇവിടെ ഇവർ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ വലിയ കല്ലുകൾ ചുവരിന്മേൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രതയായി പണി നടത്തുന്നു, സാധിച്ചും വരുന്നുണ്ട്. അപ്പം അവരോട് ഞങ്ങൾ ഈ പണി ആര് കൽപ്പന പ്രകാരമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം അവർ കാര്യം പറഞ്ഞത്, മുമ്പ് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത്, കൽദേ രാജാവിൻ്റെ കാലത്ത് ഇവിടെ നിന്ന് പ്രവാസത്തിലേക്ക് ഞങ്ങൾ പോവുകയും ആലയം ഇടിയുകയും ആലയത്തിലെ പൊന്നും വെള്ളിയെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത കാര്യത്തെ സംബന്ധിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. കോരശ് രാജാവ് കൽപ്പന തന്നിട്ടാണ് ഇവിടെ പണി നടത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. രാജാവ് അവരെ സഹായിച്ചു, പിന്നെ അതിനുള്ള പണമൊക്കെ തന്നു, പിന്നെ സഹായം ചെയ്തു, തടികളിറക്കി തന്നു. ആലയത്തിലിരുന്ന യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും പൊന്നും വെള്ളിയും ഒക്കെ മടക്കി കൊടുത്തു. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇതെല്ലാം രേഖപ്പെടുത്തി അവർ കത്തെഴുതി. അപ്പോൾ ഇത് കോരശ് രാജാവിൻ്റെ കാലത്താണ് ഇത് ഇങ്ങനൊരു കൽപ്പന വന്നതെന്നുള്ളത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ദാര്യാവേശ് ഈ കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരത്തിലെല്ലാം രേഖാശാലയിൽ പരിശോധിച്ചു. അവരുടെ രേഖ ഉള്ള സ്ഥലത്ത് പരിശോധിച്ചു. അങ്ങനെ അവിടെ ഇന്ന് ഈ ചുരുൾ കിട്ടി, കോരശ് രാജാവ് കൽപ്പന കൊടുത്ത ചുരുൾ. അവിടെയാണ് യെരുശലേമിൻ്റെ ആലയം കഴിക്കുന്ന സ്ഥലമായി പണിയണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടിടണം. അതിൻ്റെ അളവ് വരെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 60 മുഴം ഉയരം, 60 മുഴം വീതി എന്നൊക്കെ പറഞ്ഞിട്ട്, വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ ദേവാലയത്തിലെടുത്ത് ബാബേലിൽ കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും ഒക്കെ മടക്കി കൊടുക്കുകയും അവ യെരുശലേമിൻ്റെ മന്ദിരത്തിൽ അതതിൻ്റെ സ്ഥാനത്ത് പണിവാൻ തക്കവണ്ണം വെക്കുകയും വേണം എന്നൊക്കെ എഴുതിയിരിക്കുന്ന രേഖ കണ്ടു. ദാര്യാവേശ രാജാവിന് അത് കിട്ടി. ദാര്യാവേശ രാജാവ് തിരിച്ച് മറുപടി എഴുതിയത്, അതുകൊണ്ട് നദിക്കക്കരെ ദേശാധിപതിയായ തത്നായിയെ, ഷേദർ ബോസ്നയെ, നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയം പണിയിൽ യാതൊരു വിധത്തിൽ ഇടപെടരുത്. അത് യഥാർത്ഥത്തിൽ കൽപ്പന പ്രകാരമുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ പിരിഞ്ഞു കിട്ടുന്ന പണം, കരമായി പിരിഞ്ഞു കിട്ടുന്ന മുതലിൽ നിന്ന് അത് പണിയുന്ന ആളുകൾക്ക് ആഹാരത്തിന് മറ്റുള്ള ചെലവിന് കൊടുക്കണം. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനകളെ യാഗം അർപ്പിക്കേണ്ടതിന്, രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും, സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ
എന്നിവയൊക്കെ പുരോഹിതന്മാർ പറയുമ്പോൾ ദിവസം പ്രതി ചെലവ് കൊടുക്കണം, കുറവ് കൂടാതെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പണി മാറി. ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി എഴുതിയ കത്ത് ഇവർക്ക് ഉപദ്രവമായി മാറി. അവരെ സംരക്ഷിക്കേണ്ട ചുമതല, അവർക്ക് ആഹാരം കൊടുക്കേണ്ട ചുമതല ഒക്കെ ഈ എഴുത്തെഴുതിയവർക്കായി. എന്നിട്ട് അവിടെ താഴെ എഴുതുകയാണ് ആ എഴുത്തിൽ, ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവൻ്റെ വീടിൻ്റെ ഉത്തരം പഠിച്ചെടുത്ത് ആ നാട്ടിയിട്ട് അതിന്മേലെ അവനെ തൂക്കിക്കളയും, അവൻ്റെ വീട് കുപ്പക്കുന്നുമാക്കും. അപ്പോൾ ഇത് മാറ്റുവാനും യെരുശലേമിലെ ദേവാലയം നശിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തൻ്റെ നാമം അവിടെ വസിക്കാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. അതും ദാര്യാവേശ് രാജാവ് പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ നിർമൂലമാക്കും, ഞാനും നിങ്ങളെ വെറുതെ വിടുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാവുന്നു എന്നാണ്. ഇപ്പം എതിർത്ത് നിന്നവരിപ്പോൾ സംരക്ഷകരായി മാറുന്ന അവസ്ഥയിലേക്കായി. അപ്പം അങ്ങനെ തന്നെ പിന്നെ സംഭവിച്ചു. അവർ കൽപ്പന അയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ഈ തത്നായിയും ഷേദർ ബോസ്നായും ഈ ദേശക്കാരും ഒക്കെ അങ്ങനെ തന്നെ അവരെ സഹായിക്കേണ്ടി വന്നു, സഹായിച്ചു. അപ്പം അത് കോരശിൻ്റെ രാജാവിൻ്റെ കാലത്തും ദാര്യാവേശിൻ്റെ കാലത്തും പിന്നെ അർത്ഥശ്രഷ്ടാവ എന്ന് പറയുന്ന പാർശ്യ രാജാവായ അർത്ഥശ്രഷ്ടാവിൻ്റെയും കൽപ്പന പ്രകാരവും അവർ പണി തീർത്തു. ആ പണി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ്. എന്നാൽ ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആധാർ മാസം 3-ാം തീയതി ഈ ആലയം പണി തീർന്നു. അപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ പുരോഹിതന്മാരും ലേവ്യരും എല്ലാവരും വന്ന് അവിടെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചു. 300 കാള, 200 ആട്ടുകൊറ്റൻ, 400 കുഞ്ഞാട് ഒക്കെ അവിടെ അറുക്കപ്പെട്ടു. അവിടെ ആലയത്തിൻ്റെ പ്രതിഷ്ഠ നടന്നു. അതിനുശേഷം അവർ 1-ാം മാസം 14-ാം തീയതി ഈ വന്ന പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർ പെസഹായും ആചരിച്ചു. അപ്പോൾ 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ. അത് നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഈ പെസഹയെ സംബന്ധിച്ചുള്ള കൽപ്പന നമ്മൾ കാണുന്നത്. അവർ പുറപ്പെടുന്നു വരുന്നതിന് മുമ്പ്, മിസ്രൈമിലുള്ളപ്പോൾ തന്നെ ഒരു പുറപ്പാടിൻ്റെ മുമ്പ്, ഇത് മാസങ്ങൾക്ക് ഇത് മാസങ്ങളുടെ ആരംഭമായിരിക്കണം, ഇതിൻ്റെ മാസത്തിൻ്റെ പേരും അതുപോലെ തന്നെ ഈ മാസം 1-ാം തീയതി ആയിരിക്കണം, ഇന്ന് 1-ാം തീയതി ആയിരിക്കണം, 10-ാം തീയതി നിങ്ങൾ ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാടിനെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ എടുക്കണം, അത് 14-ാം തീയതി വെച്ചേക്കണം, 14-ാം തീയതി അതിനെ അറുക്കണം എന്നുള്ള കൽപ്പനയൊക്കെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണുള്ളത്. അപ്പം അതുപോലെ തന്നെ അവർ ഈ ലേവ്യരും പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. എല്ലാവരും ശുദ്ധിയുള്ളവരായി മാറി ശുദ്ധീകരിച്ചു. അങ്ങനെ പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞ് വന്നവരൊക്കെയും, ഇപ്പോൾ ദേശത്തിലെ ജാതികളുടെ അശുദ്ധിയിലാണ് ഇത്രയും നാളും അവരായിരുന്നത്. അവിടെ ദേവാലയമില്ല, ദൈവമില്ല, ഒന്നുമില്ലാത്തൊരു വസ്തു. 70 വർഷമായിട്ട് അങ്ങനെ കാണുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് വരാൻ ആഗ്രഹിച്ചവർ, ദൈവത്തെ അന്വേഷിക്കേണ്ടത് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞ് വന്നവരൊക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കി. അപ്പോൾ ഇപ്പോൾ അശൂർ രാജാവിൻ്റെ കാര്യം കൂടെ അവിടെ പറയുന്നത്, അശൂർ രാജാവും അവർക്ക് എതിരായി നിന്നില്ല, അവരെ അനുകൂലമാക്കി. അശൂർ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം അവർക്ക് അനുകൂലമാക്കി എന്നാണ് കാരണം. അങ്ങനെ അവർ സന്തോഷത്തോടെ 7 ദിവസം പുളിപ്പില്ലാപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിച്ചു. അങ്ങനെ ഒരു മഹാസന്തോഷം അവിടെ വന്നു. നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണെങ്കിലും ഇതിന് ശേഷം, ഈ പ്രവാസത്തിൽ നിന്ന് വന്നതിന് ശേഷം അവർ അന്യദൈവങ്ങളെ അന്വേഷിച്ച് പോയിട്ടേയില്ല എന്നുള്ളതാണ് ഈ പ്രവാസത്തിൻ്റെ ഒരു മഹത്വകരമായ കാര്യം, ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഈ ദേശത്ത് ഇപ്പോൾ താമസിക്കുന്നവരുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇതിന് ശേഷം ശക്തരായ നേതാക്കന്മാർ, സെരുബാബേൽ, എസ്രാ, നെഹമ്യാവ്, അതുപോലെ മൊർദെഖായി, ഇങ്ങനെ പലരുടെയും ലിസ്റ്റ് നമ്മൾ ആദ്യത്തിൽ വായിക്കുന്നുണ്ട്. ഇവരൊക്കെ മടങ്ങി വന്നവരാണ്. അവരൊക്കെ ഇവരെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് ഈ ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്. 2-ാമത്തെ വായനാഭാഗം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. ഇതിൽ എഫ്രൈം എന്നും ശമരി എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ അകൃത്യങ്ങളെ കുറിച്ച് ദൈവം സംസാരിക്കുകയാണ്. ഇസ്രായേലിനെ ചികിത്സ ചെയ്യുമ്പോൾ എന്നാണ്. പക്ഷേ ഈ ചികിത്സ എന്ന് പറയുന്നത്
ന്യായവിധിയും ശിക്ഷാവിധിയും അവരനുഭവിക്കുന്ന കഷ്ടതയൊക്കെയാണ് ചികിത്സ. അല്ലാതെ സുഖകരമായൊരവസ്ഥയെന്ന് നമ്മൾ കരുതണ്ട. ചികിത്സ ചെയ്ത് അവരെ സൗഖ്യമാക്കണമെങ്കിൽ അവരന്യദൈവങ്ങളുടെ പുറകെ പോകുന്നതും അകൃത്യം ചെയ്യുന്നതും അനിഷ്ടം ചെയ്യുന്നതുമൊക്കെ, ദുഷ്ടത ചെയ്യുന്നതും ഭോഷ്ക് പ്രവർത്തിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നതും അങ്ങനെയുള്ള ദൈവഹിതത്തിനെതിരായ ദൈവത്തെ കോപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവരെ മടക്കി വരുത്തുവാൻ ആവശ്യമായ ചികിത്സ എന്ന് പറയുന്നത് അവരുടെ മേൽ വരുത്തുന്ന ശിക്ഷകളും ശാപങ്ങളും കഷ്ടതകളൊക്കെയാണ്. അത് ഏതൊക്കെ തരത്തിലാണ് കഷ്ടത ഉണ്ടാകുന്നതെന്നും ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പം അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവർ എല്ലാവരും വ്യഭിചാരികളാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അവരെ സംബന്ധിച്ച് പറയുന്നത്. അവർ ഈ അപ്പക്കാരൻ തന്നെ അപ്പക്കൂട് പോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത് എന്നും വായിക്കുന്നുണ്ട്. ഈ എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. അതതിൻ്റെ 8ാമത്തെ വാക്യമാണ്. ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. അപ്പം ജാതികളോട് ഇടകലരുക എന്ന് പറയുമ്പം അവരുടെ കുടുംബത്തിൽ വിവാഹങ്ങൾ, അന്യ ജാതികളിൽ നിന്നുള്ള വിവാഹങ്ങളുണ്ട്, അന്യ ദൈവങ്ങൾ അവരുടെ ഭവനങ്ങളിലുണ്ട്. ഇതൊക്കെയാണ് അതിനകത്തെ വിഷയം. ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ട്, മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും ഈ കഷ്ടതയൊക്കെ വന്നിട്ടും അവർ ദൈവത്തെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രൈം അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു പൊട്ടപ്രാവ് പോലെ ഇരിക്കുന്നു. ഒരു മിസ്രൈമിന് അടുത്തേക്കും യശൂരിലേക്കും ഒക്കെ പോകുന്നു. പക്ഷേ പോയാൽ ഞാൻ അവരെ പോകുന്ന വഴിക്കെട്ട് പിടിക്കും. അവരെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ഒക്കത്തില്ല. എന്നോട് അതിക്രമം ചെയ്തുകൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുക്കാം എന്ന് വിചാരിച്ചിട്ടും അവർ എന്നോട് കൊടുക്കുന്നു. അപ്പോൾ ദൈവം അവരെ വീണ്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടും അവർ അതിന് നിൽക്കുന്നില്ല. ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കിൽ വെച്ച് മുറയിടുന്നു. കരയുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഹൃദയപൂർവ്വം ദൈവത്തോട് അവരപേക്ഷിക്കുന്നില്ല. ദൈവത്തിനെങ്കിലേക്ക് മടങ്ങി ദൈവമേ ഞങ്ങളെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് അവർ പറയുന്നില്ല. ഇതൊക്കെയാണ് ദൈവം ഇതിനകത്ത് ഇവരെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇതിപ്പം നമ്മൾ ആദ്യം ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, യഹൂദയിലെ 4 രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേലിൽ യൊരോബയാമിൻ്റെ കാലത്തും എന്നാണ് ഇവിടെ യോഹോശയ പ്രവാചകൻ്റെ പ്രവചനം. അപ്പോൾ യൊരോബയാം രാജാവായതിനു ശേഷം ഹോശയ എന്ന് പറയുന്ന രാജാവ് ആയി തന്നെ ഈ ഇസ്രായേലിലെ അവസാനത്തെ രാജാവായിട്ട് രാജ്യത്വം അവസാനിക്കുന്നുണ്ട്. അതിനു മുമ്പാണ് ഈ പ്രവചനം, യൊരോബയാമിൻ്റെ കാലത്ത്. യൊരോബയാമിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സെഖര്യാവ് രാജാവാകുന്നുണ്ട്. സെഖര്യാവിനെ വേറൊരാൾ മകനല്ല, വേറൊരാൾ ശല്ലൂം എന്നൊരാൾ കൂട്ടുകെട്ടുണ്ടാക്കി സെഖര്യാവിനെ കൊല്ലുന്നു. ഈ കൂട്ടുകെട്ടുണ്ടാക്കിയ ശല്ലൂമിനെ മെനഹയെ കൊല്ലുന്നു. മെനഹയ്ക്ക് ശേഷം മകനായ പെക്കഹ്യാവ് രാജാവാകുന്നു. പെക്കഹ്യാവിൻ്റെ മകൻ പേക്കഹ് രാജാവാകുന്നു. അതിനുശേഷം ഈ ഹോശയ പേക്കഹിനെ കൊന്ന് ഇസ്രായേലിൽ രാജാവാകുന്നു. ഇപ്പം ഇത്രയും രാജാക്കന്മാർ ഇനിയും വരാനുണ്ട്. അതിനുശേഷം ഈ ഹോശയ വന്നതിന് ശേഷം, ഹോശയ്ക്ക് ശേഷം വേറെ രാജാക്കന്മാരില്ല. അപ്പോൾ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ ഹോശയ പ്രവചനം നടക്കുന്നത് യൊരോബയാം രാജാവിൻ്റെ കാലത്താണ്. ആ രാജാവിൻ്റെ കാലത്ത് പഴയ ആദ്യകാലത്തെ യൊരോബയാമിൻ്റെ കാലം പോലെ ഒക്കെ തന്നെ ഇവർ ദൈവത്തിന് അനിഷ്ടമായുള്ളതൊക്കെ ചെയ്ത് ഏറ്റവും ദൈവത്തെ കോപിപ്പിച്ച സമയമാണ്. അതുകൊണ്ടാണ് ദൈവം ഇത്രയും ഇത് പറയുന്നത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ രാജ്യത്വം തന്നെ അവസാനിക്കുന്ന തരത്തിലേക്കാണ് ഇത് പോകുന്നത്. അത് ഹോശയ എന്ന രാജാവോടുകൂടി ഇവിടെ എഹെസ്കേൽ പ്രവാചകൻ പറയുന്ന പോലെ ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളയും, ഇനി അതോടെ ഉണ്ടാകുകയില്ല എന്ന് പറയാം. അതോടെ ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഇന്നും അതിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. അവിടെ ഇന്ന് രാജാവില്ല, അവിടെ പ്രധാനമന്ത്രിയൊക്കെയാണ് ഇന്ന് അവരുടെ രാജാവ്. ഇനി അന്നുണ്ടായിരുന്ന രാജ്യം അതുപോലെയൊന്നും യഥാസ്ഥാനത്തൊക്കെ പെട്ടിട്ടുമില്ല. ഇസ്രായേലിൽ നിന്ന് വേറെ വിളിക്കുന്ന രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ച പോലെ ഒരു അവസ്ഥയിലേക്ക് അവരിന്നും ആയിട്ടില്ല. അത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി മാത്രമേ അത് പൂർണ്ണമായും അത് വരണമെങ്കിൽ ഇവർ മാനസാന്തരപ്പെട്ട് തിരിയേണ്ട ആവശ്യമുണ്ട്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. കാലസമ്പൂർണ്ണത വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തി 25-26 അധ്യായങ്ങൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തടവുകാരനാണ്. അപ്പോൾ തടവുകാരനായ അദ്ദേഹം ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും
പ്രധാനികളും യഹൂദന്മാർ പ്രധാനികളും ഒക്കെ ഒന്നുകൂടെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് ന്യായവിസ്താരം കഴിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താമെന്നൊക്കെ ആലോചന കഴിച്ചു. അങ്ങനെ വന്നിട്ട് അവരുടെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അത് നടന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ അതിന് ഫെസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്, നിങ്ങളിൽ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ട് അവിടെ താമസിച്ചിട്ട് കൈസരിക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അവിടെ പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു. അവർ വന്നിട്ട് പൗലോസ് അവരുടെ മുമ്പിൽ ഇതൊക്കെ ന്യായ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ യെരൂശലേമിലേക്ക്, അപ്പോൾ ഈ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ ഇച്ഛിച്ചിട്ട് പൗലോസിനോട് ഈ ഫെസ്തോസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് യെരൂശലേമിൽ പോയി അവിടെ നിൻ്റെ മുമ്പിൽ സംഗതികളെക്കുറിച്ച് വിസ്താരങ്ങൾ നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് പൗലോസിനോട് ചോദിക്കുകയാണ്. പൗലോസ്, ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാണ് നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു, യെരൂശലേമിൽ പോകാൻ താല്പര്യമില്ല എന്ന് പകരം പറഞ്ഞത്, ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നത്, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാനൊരു അന്യായം ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. അന്യായം ചെയ്ത് മരണയോഗ്യമായി വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല. അപ്പോൾ മരണശിക്ഷയ്ക്കുള്ള കാരണങ്ങൾ കൊല ചെയ്യുക, മോഷ്ടിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മരണശിക്ഷ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എന്നുണ്ട്. അപ്പോൾ അവരുടെ റോമൻ ന്യായപ്രമാണം അനുസരിച്ച് അത്തരം കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ യഹൂദന്മാർക്കാണ് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള കുറ്റങ്ങൾ. അത് റോമാക്കാർക്ക് അതൊരു പ്രാധാന്യമുള്ളതല്ല. അപ്പം അതിനിടയ്ക്ക് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫെസ്തോസ് തൻ്റെ ആലോചനാ സഭയോട് സംസാരിച്ചിട്ട്, കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു, കൈസറുടെ അടുക്കിലേക്ക് നീ പോകും എന്ന ഉത്തരം പറഞ്ഞു. അപ്പം കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാണെന്ന്. അപ്പോൾ റോമിൽ പോകേണ്ട കാര്യമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. നീ കൈസറുടെ അടുക്കലേക്ക് നീ പോകും എന്ന് ഫെസ്തോസ് പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അഗ്രിപ്പ രാജാവും ബെർനിക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിയിലെത്തി. കുറച്ചു നാൾ അവിടെ പാർക്കുമ്പം ഫെസ്തോസ് പറഞ്ഞു, ഇങ്ങനെ ഒരുവനെ ഇങ്ങനെ ഈ സംഗതിയായിട്ട് ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ അവർ കൊല്ലാൻ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്യായമൊക്കെ അവർ ബോധിപ്പിക്കും. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുറ്റമൊന്നും കാണുന്നില്ല. അവരുടെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരുവിനെക്കുറിച്ചുമുള്ള ചില തർക്കസംഗതികൾ മാത്രമാണ് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയാകിയാൽ നിനക്ക് യെരൂശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടത്താൻ സമ്മതമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ പൗലോസ് ചക്രവർത്തി തിരുമനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് അഭയം ചൊല്ലുകയാൽ കൈസറുടെ അടുക്കൽ അയക്കുവോളം അവനെ സൂക്ഷിക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ആ മനുഷ്യൻ്റെ പ്രസംഗകൽപ്പന എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനെ പറഞ്ഞു. നാളെ കേൾക്കാം. പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ അഗ്രിപ്പാവിന് നാളെ അവസരമുണ്ടാക്കാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർനിക്കയുമായിട്ട് കാഡംബരത്തോടെ വന്ന് സഹസ്രാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറ് ഫെസ്തോസിൻ്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അവിടെ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവ് ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ യഹൂദന്മാരുടെ സമൂഹമെല്ലാം യെരൂശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വച്ചേക്കരുതെന്ന് നിലവിളിക്കുകയും ചെയ്ത മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെ ചക്രവർത്തി തിരുമനസ്സിനെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായതൊന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടത് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. തടവുകാരനെ അയക്കുമ്പോൾ അവൻ്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു. അപ്പോൾ വിസ്താരത്തിലേക്ക് പോകുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ കുറ്റം എഴുതി അയക്കണമല്ലോ. എന്താണ് കുറ്റം എന്നവിടെ ബോധ്യം, ഇന്ന് ചെയ്ത കുറ്റം ഇന്നതാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ കുറ്റം കാണിക്കാനില്ലതാനും. അപ്പോൾ ഇപ്പോൾ ഈ വിസ്താരത്തിലേക്ക് അവൻ്റെ കുറ്റം എന്താണെന്ന് ബോധ്യപ്പെട്ടല്ല, അത് എഴുതി അയക്കാമല്ലോ എന്നാണ് ഫെസ്തോസ് പറയുന്നത്. അപ്പോൾ അഗ്രിപ്പ രാജാവ് പൗലോസിനോട് 26-ാം അധ്യായം, നിൻ്റെ കാര്യം പറയാൻ അനുവാദമുണ്ട്, നീ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈ ഉയർത്തിയൊക്കെ സംസാരിച്ചത്. അഗ്രിപ്പ രാജാവ്, യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുമ്പാകെ പ്രതിപാദിപ്പാൻ ഇടവന്നത് കൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകയാൽ ഞാൻ ഭാഗ്യവനെന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ
പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം ഒരു എഴുത്തിൻ്റെ മുമ്പിലായാലും അതുപോലെ ഒരാളോട് ഒരു കാര്യം പറയുമ്പോഴായാലും ആദ്യം അയാളെ ഒന്ന് കയ്യിലെടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അയാളെ ഒന്ന് പുകഴ്ത്തുക, അല്ലെങ്കിൽ ഉയർത്തുക, ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയും ആദ്യം അദ്ദേഹത്തെ ഒന്ന് ഉയർത്തി ഒന്ന് പൊക്കി എന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എൻ്റെ നടപ്പ് യഹൂദന്മാരെല്ലാവരും അറിയുന്നു. ശരിയാണല്ലോ. അവരിപ്പം ക്രിസ്തുവിനോട് ചേരുന്നത് മുതലാണല്ലോ അവർക്ക് വിരോധമായത്. ക്രിസ്തുവിൻ്റെ ആൾക്കാരെ കൊല്ലുന്നതൊക്കെ അവർക്ക് വലിയ അനുകൂലമായിരുന്നു. എന്നിട്ട് പറയാൻ ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ ഭേദപ്രകാരം പൈരീശനായി ജീവിച്ചു എന്നവർ ആദ്യം മുതൽ അറിയുന്നു. അവരെ കുറ്റം വിധിക്കുന്നവർ യഹൂദന്മാർ, അവർ ആദ്യം മുതൽ അറിയുന്നതാണ്. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഇനി ഇതൊരു പ്രധാനപ്പെട്ട വാക്യമാണ് 6-ാമത്തെ വാക്യം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാർക്കും മറ്റുള്ള പലർക്കും ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നു. ആ വാഗ്ദത്തം, പ്രത്യാശ എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ ആയിട്ടാണ് ഇവരും ഞാനും എല്ലാം കൂടി ആശയോടെ കാത്തിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഞാൻ പ്രതിവാദമായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ നിത്യജീവൻ യേശുക്രിസ്തു പ്രാപിച്ചു, യേശുക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നു പറയുന്നിടത്താണ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നു. അവർ കാത്തിരിക്കുന്ന പ്രത്യാശ യേശുക്രിസ്തുവിന് സംഭവിച്ചു എന്ന് പറയുന്നതിനെ അവരെതിർക്കുന്നു. പക്ഷെ അത് കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവ് യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസറായന യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അങ്ങനെ അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വരികയിൽ അപ്പോൾ അതാണ് പിന്നെ ഡമാസ്കസിലേക്ക് പോകുമ്പോൾ നടന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ഇവിടെ അടുത്തത്. മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ശൗലേ ശൗലേ എന്നൊക്കെ ചോദിക്കുന്ന ശബ്ദം കേട്ടു. എബ്രായ ഭാഷയിൽ ആരാകുന്ന കർത്താവ് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറയുന്നു. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അങ്ങനെയാണ് ഞാൻ അയക്കപ്പെട്ടത് എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവിനോട് പറയുകയാണ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ഡമാസ്കസിലും യെരുശലേമിലും യഹൂദദേശത്തോളം ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ സഹായം ലഭിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് വരെയും ജീവിക്കുകയും ചെറിയവരോടും വലിയവരോടൊക്കെ സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് മുമ്പത്തെ കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം എഴുതപ്പെട്ടതാണ്. അത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഞാൻ ആ എഴുതപ്പെട്ടതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നതല്ലാതെ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇപ്പോഴും ഞാൻ അതേ പറയുന്നുള്ളൂ. അതേ തന്നെയാണ് ഇപ്പോഴും അഗ്രിപ്പ രാജാവ് അങ്ങയുടെ മുമ്പിലും ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അഗ്രിപ്പ രാജാവ് നിന്നോടും പറയുകയാണെന്ന് പറയുന്നത്. അപ്പം ഫെസ്തോസ് പറയുകയാണ്, പൗലോസ് നിനക്ക് ഭ്രാന്തുണ്ട്, നീ വിദ്യാബഹുത്വത്താൽ, അതായത് ഒരുപാട് പഠിച്ചതുകൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പൗലോസ് പറയണം, ജയശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. രാജാവ് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ അവനോട് പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചതാണ്.
അവനിതൊന്നും മറവായിരിക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അതൊരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവ്, പ്രവാചകന്മാർ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് അഗ്രിപ്പ രാജാവിനോട് പറയാം. അഗ്രിപ്പ രാജാവിൻ്റെ മനസ്സിലാക്കിയിട്ട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറയും. അപ്പം നീ ഇത് പറഞ്ഞപ്പം അഗ്രിപ്പ രാജ, നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുകയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പം പൗലോസ് പറയാണ്, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും. അപ്പം അഗ്രിപ്പ രാജാവെ, അങ്ങും അങ്ങയുടെ ഭാര്യയും പിന്നെ ഫെസ്തോസും അതുപോലെ ഈ കേട്ട് നിൽക്കുന്നവരും എല്ലാവരും എന്നെ കുറ്റം വിധിക്കുന്നവരും എല്ലാവരും ഈ ചങ്ങല ഒഴികെ എല്ലാവരും ഈ എന്നെപ്പോലെ ആകണം, എന്നെപ്പോലെ ഈ കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർണീക്ക ഭാര്യ അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യത, മാറി എന്നിട്ട് സംസാരിക്കുകയാണ്, അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. ഈ മരണത്തിന് യോഗ്യമായ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു. അപ്പം അത് പൗലോസിൻ്റെ മറ്റൊരു ബുദ്ധിയായിരുന്നു. ഇപ്പം വിട്ടയച്ചാലും വഴി കിടന്ന് അടി വാങ്ങിക്കും, അല്ലെങ്കിൽ കൊല്ലും എന്നുള്ളത് ശരിയാണ്. അപ്പം അതിന് അങ്ങനെ വിട്ടയക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടവും പൗലോസ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ കൈസരെ അഭയം ചൊല്ലുകയാണ്. അപ്പോൾ കൈസരെ അഭയം ചൊല്ലിയില്ലായിരുന്നെങ്കിൽ അവനെ വിട്ടയക്കാമായിരുന്നു, ഫ്രീ ആക്കാമായിരുന്നു, അവനെ സ്വതന്ത്രമാക്കാമായിരുന്നു. പക്ഷേ കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട്, സീസറെ അഭയം ചൊല്ലിയതുകൊണ്ട്, സീസർ ഇരിക്കുന്ന റോമിലാണ്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഇപ്പോൾ അവനെ വിട്ടയക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ചർച്ച അവസാനിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ സൂക്ഷിക്കാൻ തീരുമാനമാക്കി, അല്ലെങ്കിൽ കൽപ്പിച്ചു എന്നുള്ളതാണ്. താങ്ക് യു. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. പൗലോസിൻ്റെ ജീവിതത്തിലെ സംഭവബഹുലമായ അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. അപ്പം പൗലോസ് മാത്രമല്ല, പൗലോസ് അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ, യാക്കോബ് കൊല ചെയ്യപ്പെട്ടു, പിന്നെ അങ്ങനെ പത്രോസ് അനുഭവിച്ചതും ലൂക്കോസ് എൻ്റെ കൂടെ അനുഭവിച്ചതും ഒക്കെ ഈ ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും കൂടുതൽ ശുഷ്കാന്തിയോട് പ്രവർത്തിച്ചത് പൗലോസ് ആയതുകൊണ്ട് പൗലോസിന് കൂടുതൽ അപ്പം മറ്റുള്ളവരെല്ലാം അതിൻ്റെ പറയിലായി. മറ്റുള്ളവർക്ക് ഇപ്പം ക്രിസ്തു ഉള്ള സമയത്ത് ക്രിസ്തു ആണല്ലോ പ്രധാനം, ക്രിസ്തുവിനെയാണല്ലോ പിടിച്ചത്, ക്രിസ്തുവിനെയാണ് കൊന്നത്, ബാക്കി കൂടെ ഉള്ളവരാരും കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് പൗലോസിനെയാണ് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് അവിടെ എവിടെയെങ്കിലും തല്ലുകളെ കൊണ്ടേണ്ടി വന്നിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പൗലോസിനെ കൂടുതൽ ആൾക്കാരോട് ഇടപെടുകയും കൂടുതൽ ആൾക്കാരെ വിശ്വാസത്തിലേക്ക് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആയതുകൊണ്ട് പൗലോസിനാണ് ഈ എതിർപ്പിൽ മുൻതൂക്കം ഉണ്ടായത്. മാത്രമല്ല, നേരത്തെ ഇവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, അതിൻ്റെ വിരോധവുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിരോധത്താൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവം അനുകൂലമാക്കിയത് കൊണ്ട് മാത്രം മുന്നോട്ട് പോയ ഒരു ദൈവത്തിൻ്റെ ശക്തനായ ഒരു ദാസനാണ്. മരണഭയം ഇല്ലാതെ മുമ്പോട്ട് പോയത്, അതൊക്കെയാണ് സമ്മതിക്കേണ്ടത്. മരിക്കും എന്നുറപ്പുണ്ടായിട്ടും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ആ ഡമാസ്കസിൻ്റെ പടിവാതിൽക്കൽ കണ്ട ആ കാഴ്ചയുടെയാണ്. അത് തികച്ചും തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടു, കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അത് മരണം വരെയും അതിൻ്റെ ആ തീവ്രത അതുപോലെ തന്നെ പൗലോസിനുണ്ടായിരുന്നു. അതിലൊരു ഭ്രംശം വന്നിട്ടില്ല, അതിലൊരു കുറവ് വന്നില്ല. അതങ്ങനെ തന്നെ യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു എന്നുള്ള ആ ബോധ്യത്തിൽ തന്നെയാണ് പൗലോസ് ആദ്യം മുതൽ അവസാനം വരെയും തൻ്റെ പ്രവൃത്തിയിൽ മുന്നേറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു കുറവ് വന്നില്ല, ആ കാഴ്ചയ്ക്ക് കുറവ് വന്നിട്ടില്ല. അന്ന് കണ്ണ് കാണാതായി, 3 ദിവസത്തോളം കണ്ണ് കാണാതിരുന്നു. ഇതെല്ലാം പൗലോസിന് മുമ്പിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? വലിയ അത്ഭുതകരമായ സംഭവമല്ലേ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് പൗലോസ് അതുപോലെ തന്നെ അതിൻ്റെ ആ ബലത്തോടെ, പൗലോസ് ശക്തിയോടെ പ്രവർത്തിച്ച പൗലോസിനെ നമ്മൾ ഈ അധ്യായങ്ങളിലൊക്കെയും കാണുന്നത്. നാളെ പുതിയ വായന ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കേട്ടിരുന്ന താങ്കൾക്കും സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു. നന്ദി.